നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. കുറേ ദിവസമായിട്ട് യൂട്യൂബിൽ വ്യാഴം മാറാൻ പോകുന്നു. എനിക്കൊന്ന് വ്യാഴം മാറുന്നതിന് ഒരു 6 മാസം മുമ്പേ പലരും വീഡിയോസ് ഇട്ടു തുടങ്ങി. ആ ബഹളത്തിനിടയിൽ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ വ്യാഴമാറ്റം കഴിയട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഈ വർഷം 2025 ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനത്തിലേക്കും ഇടയ്ക്ക് കുറച്ച് സമയം മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കും പിന്നീട് റെട്രോഗ്രേഡ് വന്നിട്ട് തിരിച്ച് മിഥുനത്തിലേക്ക് വരികയും ചെയ്യുന്ന ചില പ്രതിഭാസങ്ങൾ നടക്കുന്നൊരു കാലമാണ്. ഇതേ സമയത്ത് തന്നെ വ്യാഴത്തിൻ്റെ 10-ലൂടെയും 9-ലൂടെയും ഒക്കെ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. അതായത് മീനൻ രാശിയിലൂടെ മിഥുനത്തിലാണ് ഓടുന്നത്. അതിനുശേഷം കർക്കിടകത്തിൽ വരുമ്പം 9-ലൂടെയും മിഥുനത്തിൽ വ്യാഴം നിൽക്കുമ്പം 10-ലൂടെയും ശനി സഞ്ചരിക്കുന്ന കാലമാണ് വ്യാഴത്തിൻ്റെ. അപ്പം ഇതിൻ്റെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ രാഹു ഈ വർഷം ട്രാൻസിറ്റായി ബാക്കിലേക്ക് വന്നു. കുംഭത്തിലേക്ക് രാഹു വന്നു. അപ്പോൾ ഇതിൻ്റെ മൂന്നും കൂടെ ചേർത്തിട്ടുള്ള ഫലം എങ്ങനെയാണ് ഒരാളുടെ ജാതകത്തിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് സൂചനകളൊക്കെ നമുക്ക് തരാൻ പറ്റും. അത് നമുക്ക് ഇനിയൊരു എപ്പിസോഡിൽ നോക്കാം. ഇപ്പം നമ്മൾ ജൂപ്പിറ്റർ ട്രാൻസിറ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂപ്പിറ്റർ ട്രാൻസിറ്റ് 2025 മെയ് 14 ഇടവരാശിയിൽ നിന്നും മിഥുന രാശിയിലേക്ക് വന്നത്. അത് ഒക്ടോബർ 17 വരെ, 17 ഉച്ചയ്ക്ക് ഒരു 1:56 വരെ മിഥുനൻ രാശിയിലുണ്ടാവും. മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് ഏകദേശം നവംബർ 11 ഉച്ചയ്ക്ക് ഒരു 11 മണി വരെ വ്യാഴം കർക്കിടക രാശിയിൽ ഉണ്ടാവും. ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് അതിചാരം എന്നുള്ളത്. അതിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് നമ്മൾ ഫുൾ ഇതിലിട്ട് 100-150 കിലോമീറ്റർ സ്പീഡിൽ നമ്മളിങ്ങനെ ഫുൾ സ്പീഡിൽ പോകത്തില്ല. ആ ഫുൾ സ്പീഡിൽ പോകുന്ന മുന്നോട്ടുള്ള യാത്ര, അതായത് ഇപ്പം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പോയി മിഥുനത്തിൽ നിന്ന് വീണ്ടും ഒരു രാശി ചാടി അപ്പുറത്ത് പോകുന്ന ഏർപ്പാട് അങ്ങനെ തോന്നുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു ഇല്യൂഷനാണ്. അത് ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മളിവിടെ ഒബ്സർവർ ആണല്ലോ, നമ്മളിവിടെ നിന്ന് നോക്കുന്ന സമയത്ത് വ്യാഴം ആ രാശിയും താണ്ടി തൊട്ടടുത്ത രാശിയിലേക്ക് ഓടിപ്പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. അതിൻ്റെ പേരാണ് അതിചാരം എന്ന്. അതിനുശേഷം നവംബർ 11 2025 നവംബർ 11 തിരിച്ച് റെട്രോഗ്രേഡ് മോഷനിലേക്ക് വക്രഗതിയിലേക്ക് വരും. അവിടുന്ന് തിരിഞ്ഞ് പുറമോട്ട് വരുന്നതായിട്ട് തോന്നും. ഡിസംബർ 4 മുതൽ മാർച്ച് 11 വരെ അവിടെ റെട്രോ ആയിരിക്കും, വക്രമായിരിക്കും. അതിനുശേഷം വീണ്ടും മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കുള്ള നോർമൽ മോഷനിലേക്ക് വരും, മുമ്പോട്ട് പോകുന്നതായിട്ട് തോന്നും. ഒന്നുകൂടെ പറയാം. മെയ് 14 മുതൽ ഒക്ടോബർ 17 വരെ മിഥുനൻ രാശിയിൽ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പോകുന്നത് ജൂപ്പിറ്റർ. അതിനുശേഷം വല്ലാത്ത സ്പീഡിൽ, ഓവർ സ്പീഡിൽ ഇത് തൊട്ടടുത്ത രാശിയിലേക്ക് പറക്കും. തൊട്ടടുത്ത രാശിയിലേക്ക് പറക്കുമ്പോൾ തന്നെ ഹൈ സ്പീഡിൽ ഈ പ്ലാനറ്റ് പോകും. അതിചാരം എന്നാണ് അതിനെ പറയുന്നത്. ഭയങ്കര സ്പീഡിലായിരിക്കും അത് പോകുന്നത്. അത് ഏകദേശം നവംബർ 11 വരെ ഉണ്ടാവും. ഈ നവംബർ 11 ഉച്ചയോട് കൂടിയിട്ട് തിരിച്ച് ബാക്ക്വേഡ് വരും, ബാക്ക് മോഷൻസ്, പുറമോട്ട് പോകും. അതിൻ്റെ പേരാണ് റെട്രോഗ്രേഡ്, വക്രത്തിൽ ഇത് പുറമോട്ട് വരും. അത് ആ വക്രത്തിൽ ഡിസംബർ 4 വരെ കർക്കിടകത്തിൽ തന്നെ ആയിരിക്കും വക്രം വരുന്നത്. അതിനുശേഷം ഡിസംബർ 4 കഴിയുമ്പോഴത്തേക്ക് കർക്കിടകത്തിൽ നിന്ന് വീണ്ടും ബാക്ക് ജെമിനി അഥവാ മിഥുനൻ രാശിയിലേക്ക് വ്യാഴം തിരിച്ചു വരും. അവിടെ ഏകദേശം മാർച്ച് 11 വരെ റെട്രോഗ്രേഡ് മോഷൻ അവിടെ തന്നെ ആയിരിക്കും. അതിനുശേഷം മാർച്ച് 11 ശേഷം വീണ്ടും നോർമൽ ഇതിലേക്ക് വരും. അപ്പം 3 ഫേസായിട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 14 മെയ് 2025 മുന്നോട്ട് പോകും, ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് വരും. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് അതിചാരം വന്നിട്ട് 17 ഒക്ടോബർ 2025 17 ഒക്ടോബറിൽ അതിചാരം വന്നിട്ട്
തൊട്ടടുത്ത രാശിയിൽ ക്യാൻസർ അഥവാ കർക്കിടകൻ രാശിയിലേക്ക് കൂടി പോകും. തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഡിസംബർ 4 വീണ്ടും മിഥുനൻ രാശിയിലേക്ക് വന്ന് റെട്രോഗ്രേഡ് ആയിരിക്കും. അതിനുശേഷം ജൂൺ 2026 2-ാം തീയതി വരെ മിഥുനൻ രാശിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ 3 ഫേസുകളായിട്ടാണ് തിരിയുന്നത്. ഇനിയും വേറൊരു പ്രോസസ്സും കൂടെ, അതിചാരവും വക്രവും ഒക്കെ നടക്കുന്ന സമയത്ത് തന്നെ വേറൊരു കാര്യവും കൂടെ നടക്കും. വ്യാഴത്തിന് മൗഢ്യം വരും. ആ മൗഢ്യം വരുന്ന കാലയളവെന്ന് പറയുന്നത് ജൂൺ 12 മുതൽ ജൂലൈ 19 വരെയുള്ള ഒരു കാലഘട്ടമാണ് മൗഢ്യം വരുന്ന കാലഘട്ടം വ്യാഴത്തിന്. ഇനി വ്യാഴം ഈ രാശിയിലൂടെ കടന്നു പോകുമ്പം ജെമിനി അഥവാ മിഥുനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ 1-ാമത്തെ നക്ഷത്രം മൃഗശീർഷ അഥവാ മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദമാണ്. അതിനുശേഷം തിരുവാതിര. മകയിരം എന്ന് പറയുന്നത് കുജൻ്റെ നക്ഷത്രമാണ്. അതിനുശേഷം തിരുവാതിര എന്ന് പറയുന്ന രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ ആയിരിക്കും പോകുന്നത്. അതിനുശേഷം ആരുടെ നക്ഷത്രത്തിലാണ്? വ്യാഴത്തിൻ്റെ തന്നെ നക്ഷത്രമായിട്ടുള്ള പുണർദത്തിലേക്കും വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ സഞ്ചാരം. അപ്പം ഈ നക്ഷത്രാധിപന്മാരെയും ഒക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഫലങ്ങൾ കണ്ടെത്തിക്കണം. കാരണം ഇത് വലിയ വിഷയമാണ് ട്രാൻസിറ്റ് അനാലിസിസ് പറയുന്നത്. അപ്പം ഇതിനൊന്ന് ചുരുക്കി ഞാൻ പറയാം. അപ്പോൾ ഈ നക്ഷത്രാധിപന്മാരും ജാതകത്തിൽ മോശമാണെങ്കിൽ, അതിൻ്റെ ദശയോ അപകാരമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, ലഗ്നാലോ ചന്ദ്രാലോ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ബാക്കിയുള്ളവരൊക്കെ സൂക്ഷിക്കണം. ഉദാഹരണത്തിന് വ്യാഴം സഞ്ചരിക്കുന്ന രാശി 2-ാം കൂറായി വരുന്നവർ, 5-ാം കൂറായി വരുന്നവർ, 7-ാമത്തെ രാശിയായിട്ട് വരുന്നത്, 9-ാമത്തെ രാശിയായിട്ട് വരുന്നത്, 11-ാമത്തെ രാശിയായിട്ട് വരുന്നവർക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 7-ാം രാശി എന്ന് പറയുമ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനത്തിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ 7-ാം രാശി എന്ന് പറയുന്നത് ഏതാണ്? ധനുവാണ്. അപ്പോൾ ധനുവിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലം, പൂരാട, ഉത്തരാടത്തിൻ്റെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് ഈ വ്യാഴം സഞ്ചരിക്കുന്നത് മൃഗശീർഷയിലൂടാണെങ്കിൽ, മകയിരത്തിലൂടാണെങ്കിൽ, ചൊവ്വ മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദോഷം കുറയും. എന്നാൽ ചൊവ്വ ഗുണമായിട്ടാണെന്നുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ നല്ല അനുഭവങ്ങൾ തരികയും ചെയ്യും. ഇത് ഓൺഗോയിങ്, പ്രത്യേകിച്ച് ട്രാൻസിറ്റ് നോക്കുമ്പോൾ നമ്മുടെ വിംശോത്തരി നക്ഷത്രദശയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഓൺഗോയിങ് ദശ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഇതിൻ്റെ ഫലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഏറ്റവും മോശം ഈ വർഷം വ്യാഴമാറ്റം ഏറ്റവും മോശമായിട്ടുള്ളത് മേടക്കാർക്കും അതുപോലെ കന്നിക്കൂറുകാർക്കുമാണ്. മേടത്തിൽ പെടുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം ചേരുന്നവരും അതുപോലെ തന്നെ ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരയുടെ ആദ്യ 2 പാദം ചേരുന്ന കന്നിക്കൂറുകാർക്കുമാണ് ഏറ്റവും പ്രശ്നം. 3-ലും 10-ലൂടെയും വ്യാഴം സഞ്ചരിക്കുന്നതാണ് ഏറ്റവും മോശമായിട്ടുള്ള വ്യാഴത്തിൻ്റെ ട്രാൻസിറ്റ്. ഇനിയും അവരുടെ ദശയും അപഹാരവും അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ വളരെ നല്ല. പ്രത്യേകിച്ച് മേടക്കാർക്കും കന്നിക്കാർക്കും ഈ പ്രാവശ്യം അത്ര നല്ലതല്ല. കാരണം വെച്ചാൽ മേടക്കൂറുകാർക്ക് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം ചേരുന്നവർക്ക് 3-ലെ വ്യാഴവും 7-ര ശനി തുടങ്ങിയ കാലവുമാണ്. അതുപോലെ തന്നെ കന്നിക്കൂറുകാർക്ക് അല്ലെങ്കിൽ കന്നിലഗ്നമായിട്ടുള്ളവർക്ക് 7-ാം ഭാവത്തിൽ 7-ലെ കണ്ടകശനിയുമാണ്, 10-ലെ വ്യാഴവുമാണ്. അപ്പം തൊഴിൽപരമായ വിഷയങ്ങളിലൊക്കെ അവർ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ വർഷത്തെ വ്യാഴത്തിൻ്റെ ട്രാൻസിറ്റ് പ്രത്യേകിച്ച് പോയിരിക്കുന്നത് ജെമിനി അഥവാ മിഥുനൻ രാശിയിലേക്കാണ്. മിഥുനൻ രാശി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കണം. സഗതം സപീഠം, 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ ഗതാധാരിയായ പുരുഷനും വീണ വായിക്കുന്ന സ്ത്രീയുമാണ്. അപ്പം ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള ഒരു രാശിയാണത്. പിന്നെ കാലപുരുഷൻ്റെ കമ്മ്യൂണിക്കേഷൻ, കാലപുരുഷൻ്റെ 3-ാമത്തെ ഭാവമാണത്. കമ്മ്യൂണിക്കേഷൻ രാശിയാണ്, ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള രാശിയാണ്. ഒന്ന് ദേഷ്യപ്പെടുന്നതാണ്, സമയത്ത് മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുന്നതാണ്. അതിൻ്റെ അധിപൻ, ആ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ബുധൻ എന്ന് പറയുന്നത് വിസ്ഡം ഇല്ലെങ്കിലും ഉള്ള നോളജ് വെച്ച് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതും പെർഫോം ചെയ്യുന്ന ആളുമാണ്. എന്നാൽ അവിടുത്തെ വൈബുകളുമായിട്ട് ഒന്നും തന്നെ വ്യാഴം ചേരത്തില്ല. വ്യാഴത്തിൻ്റെ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു പാത അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാൽ പോലും ജെമിനി എന്ന് പറയുന്ന ആ ഒരു രാശിയുമായിട്ട്, അല്ലെങ്കിൽ മിഥുനം എന്ന് പറയുന്ന രാശിയുമായിട്ട് വ്യാഴം ചേരില്ല. അപ്പോൾ വ്യാഴത്തിൻ്റെ എനർജിയും ബുധൻ്റെ എനർജിയും കൂടെ അവിടെ ചേരുന്ന സമയത്ത്
ഒരാൾക്ക് വ്യാഴം മോശമായിട്ടാണ് വരുന്നതെങ്കിൽ, കാരണം ആ രാശി മോശമാണെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ അവിടെ വ്യാഴം മോശമായിട്ടാണ് വരുന്നതെങ്കിൽ അവരുടെ കൈൻഡ്നെസ് അവർക്ക് തിരിഞ്ഞു കുത്താൻ സാധ്യതയുണ്ട്, അവരുടെ ജെൻറ്റൽനെസ് അവർക്ക് തിരിഞ്ഞു കുത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫിലോസഫീസ് പലതും തിരിഞ്ഞു കുത്താൻ സാധ്യതയുണ്ട്. പലതും ചെയ്തു കൊടുത്തിട്ട്, സഹായങ്ങളും ദാനങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ട്, പലരെയും സപ്പോർട്ട് ചെയ്തിട്ട് അതൊക്കെ ദുരിതമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും വലിയ കാര്യം, ഒരുപാട് പ്രതീക്ഷയോടുകൂടി തിരിച്ചു കിട്ടും അല്ലെങ്കിൽ കൃത്യസമയത്ത് കിട്ടും എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും, ധർമ്മത്തോടുകൂടി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും തിരിച്ചു കുത്താൻ സാധ്യതയുണ്ട്. മിസ്പ്ലേസ്ഡ് ഹോപ്പ് ഈസ് ഡേഞ്ചറസ് എന്ന് പറയത്തില്ലേ, അതായത് ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ വെച്ചാൽ വലിയ വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജെമിനി സൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോണം, അതൊരു കമ്മ്യൂണിക്കേഷൻ സൈനാണ്. അവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു പ്രാക്ടിക്കലാണ്. ഈ സമയത്ത് വളരെ സ്പീഡിൽ വ്യാഴം എവിടേക്ക് പോകും? വളരെ രഹസ്യമായിട്ടുള്ള തൻ്റെ ഏറ്റവും കൂടുതൽ ബലം നൽകുന്ന രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം പോകും അതിചാര സമയം. ഈ അതിചാര സമയത്ത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര സ്പിരിച്വലായിട്ടുള്ള താല്പര്യങ്ങൾ വരും, എടുത്തു ചാടാനുള്ള സാധ്യതകൾ കൂടും. അപ്പം ആ സമയത്ത് വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള സബ്ജക്റ്റുകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വ്യാഴം നന്നായിട്ട് ഗുണമായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ ചെയ്യുന്നത് നന്നായിരിക്കും. ഈശ്വരീയ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നന്നായിരിക്കും. പക്ഷെ അതല്ലാതെ സ്ട്രാറ്റജി ബേസ് ചെയ്തുകൊണ്ട്, കാരണം സ്ട്രാറ്റജിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ലോജിക്ക് ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ നോക്കിയാൽ ഈ അതിചാര സമയത്ത് പരാജയപ്പെടും. കാരണം എന്താ പറയുക, അതിചാരത്തിൻ്റെ പ്ലാനറ്റായിട്ടുള്ള ഇദ്ദേഹത്തെ, ബുധൻ്റെ രാശിയെ മാറ്റി അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന വ്യാഴമാണ്. മുന്നോട്ട് ഹൈ സ്പീഡിൽ ഭയങ്കര പവറിൽ ഓടുന്ന ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതിചാര സമയത്ത് ജീവിതത്തിൽ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ, വളരെ പ്രാക്ടിക്കലായിട്ട് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളെ നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചും സൂക്ഷിച്ചും വേണം ചെയ്യാൻ. അതുപോലെ തന്നെ കമ്പസ്റ്റ് ആവുന്ന സമയത്ത്, മൗഢ്യം വരുന്ന കാലയളവ്, ഞാൻ ഡേറ്റ് മുമ്പേ പറഞ്ഞായിരുന്നു, ആ മൗഢ്യം വരുന്ന കാലയളവിൽ ജൂൺ 12 മുതൽ ജൂലൈ 9 വരെയുള്ള ഈ കാലയളവിൽ വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങളൊന്നും തന്നെ തുടങ്ങുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആദ്യമായിട്ട് തുടങ്ങുകയാണെങ്കിൽ, ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. ആ വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലെങ്തായ വീഡിയോ. അപ്പം നമുക്കിനി റെട്രോഗ്രേഡ് സമയത്ത് അഥവാ വക്ര സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും പറയാം. വക്ര സമയത്ത് വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങളുടെ ചില പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. ഉദാഹരണത്തിന് നല്ലതായിട്ട് വന്നാൽ, ഉദാഹരണത്തിന് നിങ്ങൾ നൃത്യ ഉപാസന വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇൻട്രോസ്പെക്ഷൻ ആൻഡ് നമ്മൾ സെൽഫായിട്ട് നമ്മൾ റിഫൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ഇന്നർ വേൾഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആന്തരികമായിട്ടുള്ള പരിവർത്തനത്തിന്, ഒരു വ്യക്തിയായി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന്, അതായത് നമ്മൾ ഒരു ലെജൻഡറി ആക്കി എടുക്കുന്ന അയാളുടെ ഇന്നർ വേൾഡ് ഏറ്റവും വലിയത് സമാധാനമാണ്. വ്യാഴം സമാധാനത്തിൻ്റെയും ദൈവാധീനത്തിൻ്റെയും നേച്ചർ സപ്പോർട്ടിൻ്റെ ആളാണ്. അപ്പം ആ ഒരു സുഹൃതത്തിൻ്റെ തലത്തിലേക്ക് വളർത്തിയെടുക്കുന്ന രീതിയിൽ സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ഒരാൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഈ സമയത്ത് വരും. എന്നാൽ ഭൗതിക ജീവിതത്തിൽ കാര്യങ്ങൾ പലതും പ്ലാൻ ചെയ്ത പോലെ നടക്കാതെ വരും, ഭയങ്കര സ്ലോ ആവും, റിവേഴ്സ് ഗിയറിൽ വീഴുന്ന പോലെ ഇരിക്കും. മുന്നോട്ട് പൊക്കോണ്ട് നല്ല സ്പീഡിൽ, നല്ല അതിചാരത്തിൽ പൊക്കോണ്ട് നല്ല സ്പീഡിൽ ഇരിക്കുമ്പോഴായിരിക്കും ചവിട്ടിയിട്ട് റിവേഴ്സിലിടുന്നത്. അപ്പോൾ പുറമോട്ട് വരും. അപ്പോൾ ആ ഇത്രയും 100 കിലോമീറ്റർ സ്പീഡിൽ പോയത് റിവേഴ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമുണ്ട്. അതിബലീന. അപ്പോൾ അതിബലമാണ് വക്രഗ്രഹങ്ങൾക്ക്. പക്ഷേ വക്രഗ്രഹങ്ങൾക്ക് ബലക്കൂടുതലാണ്. പക്ഷേ ആ റിവേഴ്സ് വരുന്ന സമയത്ത് പഴയ വിഷയങ്ങളിലേക്ക്, പഴയ ദോഷപരമായിട്ടുള്ളതാണെങ്കിൽ, വ്യാഴം ദോഷമാണെങ്കിൽ, നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ കാരകത്വമുള്ള കാര്യങ്ങളിൽ ദോഷമാണ് സംഭവിക്കുന്നതെങ്കിൽ, ഈശ്വരാനുഗ്രഹ കുറവാണെങ്കിൽ പഴയ വിഷയങ്ങൾ കുത്തിപ്പൊങ്ങി വരും. അതുപോലെ തന്നെ പാസ്റ്റ് ആക്ഷൻസ്, പഴയ കാര്യങ്ങളിൽ ചെയ്ത ശാപതാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനുള്ള സമയവും കൂടിയാണത്. ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗുരു,
വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ളവർ, അല്ലെങ്കിൽ ഈശ്വരീയ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഉപാസന നിഷേധിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉപാസന കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ആ ഒരു ശാപത്തിൽ നിന്ന് അതിൽ നിന്ന് കരകയറാൻ, അതൊന്ന് ഒന്നുകൂടെ തുടങ്ങാൻ നല്ലതാണ്. ആ ഒരു ചിട്ടയും നിഷ്ഠയൊക്കെ കൊണ്ടുവന്ന് തുടങ്ങാൻ നല്ലതാണ്. അതുപോലെ തന്നെ കരിയർ ഡിലേ ആവും റെട്രോഗ്രേഡ് സമയത്ത്. കരിയറിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊമോഷനോ അങ്ങനെയൊക്കെയുള്ള വ്യാഴത്തിൻ്റെ കാരകത്തിൽ ധനം, പ്രൊമോഷൻ ഇതൊക്കെ ഉള്ളത്, അപ്പോൾ അത് ഡിലേ ആവാനുള്ള സാധ്യത. ഫിനാൻഷ്യലായിട്ടുള്ള ഡിലേയിങ്, പ്രത്യേകിച്ച് ധനം എവിടെയെങ്കിലും സ്റ്റക്കായി കിടക്കുക, അതിനെന്തെങ്കിലും പേപ്പറുകളും കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സും ഒന്നും കൊടുക്കാതെ അത് പെട്ടെന്ന് നമ്മൾ ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ച് കിട്ടാതിരിക്കുക, കൊടുത്ത ധനം തിരിച്ച് കിട്ടാതിരിക്കുക. റെട്രോഗ്രേഡ് മോഷൻ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രത്യേകതകളുള്ളത്. തിരിച്ച് കിട്ടുന്നത് അതിൻ്റെ ഭാഗ്യം കുറേ ഡിലേ ആയിട്ട് സംഭവിക്കുക. നമുക്ക് തന്നെ തോന്നും എന്തോ കെട്ടിയിട്ടേക്കുന്ന പോലൊരു ഫീൽ തോന്നും. അങ്ങോട്ട് എടുത്ത് ചാടാൻ, അങ്ങോട്ട് ആ സ്പീഡ്, ആ ഒരു മോഷൻ, ആ ഒരു ഫ്ലോ, ആ ഒരു നമ്മുടെ ഒരു ട്രാക്ക് കൃത്യമല്ല എന്ന് നമുക്ക് തോന്നി. ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് പുറമോട്ട് പോകുന്ന, റിവേഴ്സ് ഗിയറിൽ പോകുന്ന പോലൊരു ഫീല് വരും. കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, അല്ലെ കുട്ടികൾ നിമിത്തം ദുഃഖങ്ങൾ, അങ്ങനെ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ആ റെട്രോഗ്രേഡ് സമയത്ത് വരാം. അതുപോലെ തന്നെ സ്ത്രീ ജാതകത്തിൽ റെട്രോഗ്രേഡ് ടൈമിലൊക്കെ അവരുടെ ജാതകത്തിൽ ട്രാൻസിറ്റിൽ വ്യാഴം മോശമായിട്ടാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയും ഉണ്ട്. പൊതുവെ മിഥുനൻ രാശിയിലേക്ക് വ്യാഴം വരുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്. സാധ്യതയുള്ള അവിടുത്തെ മിഥുനത്തിൻ്റെ എനർജിയും മിഥുനത്തിൻ്റെ തോട്ട് പ്രോസസ്സും വ്യാഴത്തിൻ്റെ തോട്ട് പ്രോസസ്സും എനർജിയായിട്ട് ചേരില്ല. രണ്ടുപേരും ശത്രുക്കളാണെന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. വ്യാഴത്തിന് ഇഷ്ടമേ അല്ല ബുധനെ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഫീൽ ആവും. കാരണം വ്യാഴം എന്ന് പറയുന്നത് വിസ്ഡവും അനുഭവം കൊണ്ടും മനസ്സുകൊണ്ടും സംസാരിക്കുന്നതും, ബുധൻ എന്ന് പറയുന്നത് ബുക്കിഷ് നോളജും ബുദ്ധി കൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരത്തില്ല. ബുദ്ധി കൊണ്ട് സംസാരിക്കുന്നവർക്ക് മനസ്സുകൊണ്ട് സംസാരിക്കുന്നവർ ഇഷ്ടപ്പെടില്ല, മനസ്സുകൊണ്ട് സംസാരിക്കുന്നവർക്ക് ബുദ്ധി കൊണ്ട് സംസാരിക്കുന്നവരുമായിട്ട് സെറ്റാവില്ല. ആ വൈബ് തമ്മിൽ സെറ്റാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും മനസ്സുകൊണ്ട് ഇടപെടുന്നവർക്കാണ് വേദന ഉണ്ടാവുന്നതും പലപ്പോഴും വീഴ്ചകൾ വരുന്നത്. പക്ഷേ ആ വീഴ്ചയിലുണ്ടാവുന്ന മുറിവാണ് പിന്നീട് വലിയ വെളിച്ചം അവർക്ക് കൊടുക്കുന്നതും അതുവഴിയാണ് അവർക്ക് ആ വിസ്ഡം, അവർക്ക് ആ തിരിച്ചറിവിലേക്ക് വരുന്നതുമൊക്കെ. അപ്പോൾ വിസ്ഡത്തിന് ആളാണ് വ്യാഴം. വ്യാഴത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ് ഇദ്ദേഹം, ബുധൻ. അപ്പോൾ ബുധൻ്റെ രാശി ആ വൈബുമായിട്ട് ചെയ്തത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. മനസാക്ഷിയും പ്രവൃത്തിയും തമ്മിൽ ചേരാത്ത ഒരുപാട് സിറ്റുവേഷൻസ് വരാം. ഓവർ തിങ്കിങ് ഇഷ്യൂസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും പരാജയപ്പെടാനുള്ള സാധ്യതകൾ വരാം. ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് മാർക്കറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നവർ വളരെ സൂക്ഷിച്ച് ചെയ്യണം. പ്രത്യേകിച്ച് ആ റെട്രോഗ്രേഡ് സമയത്തും അതിചാര സമയത്തും ഒക്കെ കാശ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ബാങ്കുകൾ, ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ഏരിയകളൊക്കെ കുറച്ച് ആ റെട്രോഗ്രേഡും അതിചാരവും നടക്കുന്ന സമയങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം. ആ ഏരിയയിലൊക്കെ ജോലി ചെയ്യുന്നവർ, ആ ഏരിയയായിട്ട് ഇടപെടുന്നവരും ഒക്കെ, പ്രത്യേകിച്ച് ഈ അതിചാരമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളിൽ തോന്നൽ വരും. ജാതകമൊക്കെ നോക്കിയിട്ട് വേണേൽ അത് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ വ്യാഴം റെട്രോഗ്രേഡായിട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ജൂപ്പിറ്റർ റെട്രോഗ്രേഡ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് തന്നെ ജൂപ്പിറ്റർ റെട്രോഗ്രേഡ് ഉണ്ടാവുകയാണെങ്കിൽ IT ഫീൽഡിനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരും. IT മേഖലകൾ, ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഏരിയകൾ, അതിലൊക്കെ കുറച്ച് ഡൗൺ ആവാനും ചില IT മേഖലകളൊക്കെ, എസ്പെഷ്യലി മണി ക്രൈസിസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു സാമ്പത്തിക മാന്ദ്യം ഈ ബുധൻ നിൽക്കുന്ന സമയത്ത്, ബുധൻ്റെ രാശിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സാമ്പത്തിക മാന്ദ്യങ്ങളോ അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്രൈസിസുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, OSകളൊക്കെ ക്രാഷ് ആവുക, സഫർ ചെയ്യുക, നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ്, ഇൻസ്റ്റയൊക്കെ തകർന്ന് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവത്തില്ല. നിങ്ങൾ ആ സമയത്ത് ജൂപ്പിറ്ററോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജൂപ്പിറ്റർ അല്ല, ആക്ച്വലി അത് മെർക്കുറി റെട്രോഗ്രേഡ് സമയത്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ജൂപ്പിറ്റർ ഇവിടെ നിൽക്കുന്നത് കൊണ്ട്, ജൂപ്പിറ്റർ നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ്റെ റെട്രോഗ്രേഡ് വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ സ്ഥലത്ത് ജൂപ്പിറ്റർ നിൽക്കുന്നതുകൊണ്ടും സത്യവും അറിവും തമ്മിൽ ചേരാതെ വരും. അപ്പോൾ പല മാറ്റങ്ങളും ലോകത്തുണ്ടാവുകയും ചെയ്യും. ഈ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ ഒരുപാട്
ചേഞ്ചുകൾ നടക്കുന്ന സമയം. പൊതുവേ അടുത്തൊരു 2.5 വർഷം ശനി എന്നൊക്കെ മീനൻ രാശിയിൽ വന്നിട്ടുണ്ടോ ആ ഒരു 2.5 വർഷം കഴിഞ്ഞ് വരുന്ന ഏകദേശം തുലാം വരെ വരുന്ന ഒരു സമയം, തുലാം വൃശ്ചികം വരെ വരുന്ന ഒരു സമയം കൊണ്ട് പുതിയൊരു ഇറയായിരിക്കും, പുതിയൊരു ലോകം ഡെവലപ്പ് ചെയ്ത് വരും. എന്നിട്ട് അത് നന്നായിട്ട് തുലാം കഴിഞ്ഞ് നന്നായിട്ട് ഫ്ലോറിഷായി വലിയ രീതിയിലേക്ക് വന്ന് മീനം വിടുമ്പോഴത്തേക്ക് പിന്നെ പുതിയ അടുത്ത റൗണ്ട് തുടങ്ങും. അടുത്തൊരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ലോകം ഇങ്ങനെ മാറും. അപ്പോൾ ഇപ്പോൾ ശനി ഏകദേശം 12ാം ഭാവത്തിൽ, കാലപുരുഷൻ്റെ 12ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയും വ്യാഴം 9ാം ഭാവാധിപൻ കാലപുരുഷൻ്റെ 3ാം ഭാവത്തിലൂടെയും കൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അത് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇനി ആർക്കൊക്കെ അനുകൂലം ആർക്കൊക്കെ പ്രതികൂലം എന്നുള്ളത് നോക്കാം. വ്യാഴമാറ്റം ദശ അപഹാര കാലങ്ങൾ മോശമാണെങ്കിൽ 6-8-12 ഭാവാധിപന്മാരുടെ ദശ അപഹാരം, അല്ല ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ അപഹാരം, അതുപോലെ തന്നെ ഈ നീചമായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശ അപഹാരം, ഗണ്ഡാന്തത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാപഹാരം, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നടക്കുകയാണെങ്കിൽ ഈ ട്രാൻസിറ്റ് ആർക്കൊക്കെ മോശമാണെന്നുള്ളത് നോക്കാം. പൊതുവേ അശ്വതി ഭരണി കാർത്തികയുടെ 1ാം പാദം ചേരുന്ന മേടക്കൂറുകാർക്കും ഉത്തരം മുക്കാല് അത്തം ചിത്തിര ചേരുന്ന കന്നിക്കൂറുകാർക്കും വ്യാഴമാറ്റം അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് കർക്കിടകത്തിൽ അതിചാരം വരുന്ന സമയത്തെങ്കിലും ഗുണമായി വരാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ഈശ്വരകാര്യങ്ങൾ ചെയ്യുക, ഗുരുവിനെ ആശ്രയിക്കുക, വിഷ്ണുപ്രീതി വരുത്തുക, വ്യാഴപ്രീതിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. വ്യാഴത്തിൻ്റെ പരിഹാരങ്ങൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഗുരുവിൻ്റെ പരിഹാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ ഗ്രഹങ്ങളിലെയും വിശദമായ പരിഹാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗുരുവിൻ്റെ പരിഹാരം കൊടുത്തിട്ടുണ്ട്. അതിൽ കഴിയാവുന്നതൊക്കെ ചെയ്യുക. ഏറ്റവും നല്ലത് വിഷ്ണുപ്രീതിയാണ്. ഗുരുവായൂരപ്പനെയൊക്കെ തൊഴാൻ പറ്റുക വെച്ചാൽ തൊഴുക. ഇന്ത്യയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ ഇല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമ ജപം അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ നന്നായി ആശ്രയിക്കുക കേട്ടോ. ഗുണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക മുക്കാല് രോഹിണി മകയിരത്തിൻ്റെ അര ചേരുന്ന ഇടവക്കാർക്ക് വലിയ കുഴപ്പമില്ല. ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്തരത്തിൻ്റെ 1ാം പാദം ചേരുന്ന ചിങ്ങക്കൂറുകാർക്കും വലിയ കുഴപ്പമില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഗുണാനുഭവങ്ങൾ വരും. ഞാൻ അതെല്ലാം കൂടെ ചേർത്തൊരു വേറൊരു വീഡിയോ ചെയ്യാം. ശനിയുടെ ഫലവും ഇതെല്ലാം കൂടെ ചേർത്തുള്ളൂ. പൊതുവിൽ ചിങ്ങക്കൂറുകാർക്ക് നല്ലതാണ്. തുലാം രാശിക്കാർക്ക് ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, ചോതി വിശാഖത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ ചേരുന്ന തുലാക്കൂറുകാർക്കും നല്ലതാണ്. ധനുക്കൂറുകാർക്ക് 7-ലൂടെയാണ് വ്യാഴം പോകുന്നത്. ഇപ്പോൾ ധനുക്കൂറുകാർക്കും പൊതുവേ നല്ലതാണ്. ധനുക്കൂർ എന്ന് പറയുമ്പം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ചേരുന്നത്, അതേപോലെ അവിട്ടത്തിൻ്റെ അവസാന 2 പാദം, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ 3 പാദങ്ങൾ ചേരുന്ന കുംഭക്കൂറുകാർക്കും വലിയ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. അവർക്ക് ഏഴരശനിയുടെ ഒരു ഇതുണ്ട്, എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാതാണ് വ്യാഴഫലം വരുന്നത്. 5-ലൂടെയാണ് വ്യാഴം പോകുന്നത്, അവർക്ക് 5-ലൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ല. അവരവർ ജനിച്ച രാശിയുടെയും ലഗ്നത്തിൻ്റെയും 2, 5, 7, 9, 11 എന്നീ രാശികളിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. മോശം എന്ന് പറയുന്നത് മേടക്കൂറുകാർക്കും അതുപോലെ തന്നെ കന്നിക്കൂറുകാർക്കുമാണ്. ഇനി ജന്മവ്യാഴം ജാതകത്തിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ജാതകത്തിലെ മോശ സമയവും ആണ്, വ്യാഴത്തിനൊട്ടും ബലമില്ല, 6-8-12 അതായത് ജന്മവ്യാഴം ആണ്. ആ സമയത്ത് ചില ബുദ്ധിമുട്ടുകളും കുറച്ച് അലച്ചിലുമൊക്കെ വരും. അത് മകയിരത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര പുണർദം 1ാം പാദം ചേരുന്നവർക്ക് മിശ്ര ഫലമാണ്. സൂക്ഷിക്കണം, ചിലപ്പോൾ അത് മോശഫലമാവാം. അത് എന്ന് പറഞ്ഞാൽ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വരാം. അത് ദൈവാധീനം പോലെ ഇരിക്കും. വിഷ്ണുപ്രീതി നിങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. കർക്കിടകത്തിന് 12-ലെ വ്യാഴമാണ്. സുഹൃതകർമ്മങ്ങൾ ചെയ്യാനും ഈശ്വരീയ കാര്യങ്ങളും ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ അത് കളയരുത്. ദാനധർമ്മങ്ങൾ ചെയ്യാൻ, ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചാൻസസ് വരാം. അതൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ ധനം ഒരുപാട് കയ്യിൽ നിന്ന് പോവും. ഇഷ്ടംപോലെ ധനനഷ്ടം വരാനുള്ള സാധ്യത ഉണ്ട്. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ പോലെ നല്ലതോ മോശമോ ആവാനുള്ള സാധ്യതയാണ്. അപ്പം സൂക്ഷിക്കുക കർക്കിടകക്കൂറുകാർ. പുണർദത്തിൻ്റെ അവസാനം
പൂയം ആയില്യം ചേരുന്നതാണ് കർക്കിടകക്കൂറുകാർ. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ധനം 12ലേക്കാണ്, ഭാഗ്യം 12ലാണ്. പലതിൻ്റെയും കാരകൻ 12ലായതുകൊണ്ട് തന്നെ സമ്പത്തുകൾ, കുട്ടികൾ, അതുപോലെ എന്തെങ്കിലും വിഷയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. വൃശ്ചികക്കാർക്ക് 8ലൂടെയാണ് വ്യാഴം പോകുന്നത്. ഭാഗ്യം കുറയുന്ന സമയമാണ്, ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും കുറയുന്ന സമയമാണ്. അപ്പോൾ ഒരു തടസ്സങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് അഷ്ടമത്തിലൂടെ. വൃശ്ചികം എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ വരുന്നതാണ്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ ഈശ്വരാനുഗ്രഹം വരുത്തി കഴിഞ്ഞാൽ, പിതൃപ്രീതികളൊക്കെ വരുത്തിയാൽ, പിതൃക്കളെ നന്നായി ആശ്രയിച്ചാൽ അതിൻ്റെ ഫലമാവും. നന്നായിട്ട് പിതൃക്കളുടെ പ്രീതിയൊക്കെ വരുത്തി മുന്നോട്ട് പോയാൽ വൃശ്ചികക്കൂറുകാർക്കും അത്യാവശ്യം ഈ വ്യാഴഫലം നന്നായിട്ട് വരികയും ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉത്തിരാടത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദം ചേരുന്ന മകരക്കൂറുകാർക്ക് 6ലൂടെയാണ് വ്യാഴം പോകുന്നത്. കടം, ധനം പരമായ വിഷയങ്ങൾ, ദൈവാധീനക്കുറവ് ഇത്യാദി കാര്യങ്ങൾ വരാം. കൊടുത്ത പൈസയൊക്കെ തിരിച്ച് കിട്ടാത്ത അവസ്ഥകളോ, അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹക്കുറവ്, രോഗം, വ്യാഴ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, തടി കൂടിയിട്ടുള്ള രോഗങ്ങൾ, കൊഴുപ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാം. രോഗം വന്നാൽ മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ 6ാം ഭാവം എന്ന് പറയുന്നത് ഒരുപാട് ശത്രുക്കൾ, ഡെയിലി റൊട്ടീനിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാനുള്ള സാധ്യത. അപ്പോൾ നിത്യ ഉപാസന 6 നിത്യമായിട്ട് ചെയ്യണം. ഡെയിലി നമ്മുടെ സ്ട്രക്ചർ, ലൈഫിൻ്റെ സ്ട്രക്ചർ ഒന്ന് പ്രോപ്പറാക്കി ഉപാസനാദി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നിഷ്ഠയോടുകൂടി ചെയ്താൽ, വ്യാഴത്തിനൊരു കുഴപ്പമുണ്ട്, എന്തിട്ടാലും അത് സ്പ്രെഡ് ചെയ്യും. ജൂപ്പിറ്ററാണ്, ബൃഹസ്പതിയാണ്. എന്താ ഇടുന്നത്, നമ്മൾ മടി ഇട്ടാൽ മടി സ്പ്രെഡ് ചെയ്യും, നല്ലതിട്ടാൽ നല്ലത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അത് വലുതാക്കി തരും. അപ്പോൾ നമ്മൾ ആ ചിട്ടയും നിഷ്ഠയൊക്കെ ആയിട്ട് പോയാൽ ഈ 6ലെ വ്യാഴത്തിൻ്റെ ഗോചര ഫലത്തെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഫൈനലി മീനൻ രാശിക്കാർക്കാണ്. മീനൻ രാശിക്കാർക്ക് പൊതുവേ 4ലെ വ്യാഴമാണ്, ഗുണമാണ്. പരദേവതാ പ്രീതി വരുത്തുക, അമ്മയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ നോക്കുക. മീനൻ രാശിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പൂരുരുട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി. പരദേവതാ പ്രീതി വരുത്തുക, ഈശ്വര കാര്യങ്ങൾ ചെയ്യുക, അമ്മയോടെ അടുത്തിടപഴകുക, അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഗുരു പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, ഉപാസനാദി കാര്യങ്ങളൊക്കെ ചെയ്യുക. 4 പൊതുവെ ഒരു സുഖഭാവവും കൂടിയാണ്. ഒരു കംഫോർട്ടിന് വേണ്ടിയിട്ട് ഈശ്വരീയ വിഷയങ്ങൾ ത്യജിക്കാതിരിക്കുക എന്നുള്ളത്. ഈശ്വരീയ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക. അപ്പോൾ ആ ഒരു ഈശ്വരീയമായ ഒരു കംഫേർട്ട് സോണിൽ ഇരിക്കാൻ നോക്കുകയും ചെയ്യുക. ഇത്രയൊക്കെയാണ് പൊതുവെ വ്യാഴമാറ്റത്തിൻ്റെ ഫലം. ഇതൊരു പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ വളരെ ഇലോബറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫലമൊന്നുമല്ല, ചെറിയ ചെറിയ സൂചനകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ആ ഡേറ്റുകൾ ഓർത്ത് വെക്കുക. അതിചാര സമയത്ത് നന്നായി ശ്രദ്ധിക്കുക. റെട്രോഗ്രേഡ് സമയത്തും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നമോ ക്രൈസിസോ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ജ്യോതിഷിയെ കൊണ്ട്, നിങ്ങളെ ചൂഷണം ചെയ്യുന്നില്ല എന്നുറപ്പുള്ള ഒരു ജ്യോതിഷിയെ കൊണ്ട്, അല്ലെങ്കിൽ സ്വയം പഠിച്ച് ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ തരുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പഠിച്ച് നിങ്ങളുടെ അറിവ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അറിവുള്ളൊരു ജ്യോതിഷി എടുത്ത് സമീപിക്കുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്ന കാര്യങ്ങൾ, അവർ നിങ്ങളെ ചൂഷണം ചെയ്യുകയാണോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരികയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും, എന്താണ് പറയുന്നത് എന്നുള്ളത്. മനസ്സിലാവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും അതിനനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്യുമോ, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പല കാര്യങ്ങളും ഡയഗ്നോസ് ചെയ്തിട്ട് ഉത്തരങ്ങൾ പറയും. അതിനനുസരിച്ച് നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. ആ മരുന്ന് കഴിക്കണോ വേണ്ടയോ, അല്ല മരുന്ന് വാങ്ങണോ, നമുക്ക് വേറെ മരുന്ന് വാങ്ങണോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ കൺവിൻസ്ഡ് ആയില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, ജ്യോതിഷത്തെക്കുറിച്ച് മിനിമം അറിവുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം കൊണ്ടും കൂടെ പറയുന്നത്, അസ്ട്രോളജിയെക്കുറിച്ചൊരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. അത് സൂപ്പർസ്റ്റിഷനാണെന്നോ അതാണെന്നോ ഇതാണെന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അതിന് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതും പിടിച്ചു നിൽക്കേണ്ടതുമൊക്കെ നമ്മൾ തന്നെയാണ്. ആ സമയത്ത് നമ്മളെ സഹായിക്കുന്ന ടൂളുകൾ, പല തരത്തിലുള്ള ടൂളുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഈവൻ സൈക്കോളജി ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ശാസ്ത്രങ്ങളും, നമ്മൾ സെൽഫ് ഹെൽപ്പ് ചെയ്യുന്ന
നമ്മുടെ മനസ്സിന് സമാധാനം തരുന്ന, നമ്മുടെ ക്രൈസിസ് സമയത്ത് ആരും ഉണ്ടാകത്തില്ല നമുക്ക്. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, എങ്ങനെ നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ നേച്ചറിനെ നമ്മുടെ രീതിക്കനുസരിച്ച് ആക്കിയെടുക്കാം, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാം, നമ്മുടെ ലൈഫും നേച്ചറും തമ്മിൽ നമ്മുടെ തോട്ട് പ്രോസസ്സും ഒക്കെ എങ്ങനെ ഹാർമണൈസ് ചെയ്ത് കൊണ്ടുപോകാം എന്നൊക്കെയുള്ളത് നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നൊരു ശാസ്ത്രമാണ് അസ്ട്രോളജി. അതുകൊണ്ട് അസ്ട്രോളജി പഠിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വീഡിയോസ് ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങളിത് കേൾക്കുക. ഇത് ഞാൻ ശരിക്കും ഈ ഗോചരഫലം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആക്ച്വലി പല വീഡിയോസും എൻ്റെത് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. വ്യാഴത്തിൻ്റെ 6-8 2-6-8-12 നിന്നാലുള്ള ഫലങ്ങൾ, അതുപോലെ തന്നെ വ്യാഴം എന്തൊക്കെ പരിഹാരമാണ് തരുന്നത്, അങ്ങനെ നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ, എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി നോക്കുക. അതൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ വിഷയവും കൂടെ നിങ്ങളെടുത്ത് വെച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. 2025 വരുന്ന പ്രതിസന്ധികളെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈ ശാസ്ത്രം ഉപയോഗിച്ച് തന്നെ അതിൽ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് സ്വയം ഈശ്വരനെ ആശ്രയിക്കുകയും പരിഹാരം കാണാനും നിങ്ങൾക്ക് സ്വയം കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യുകയും അതുപോലെ തന്നെ നല്ല സന്തോഷങ്ങളെ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യാൻ ഈ വർഷം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളെപ്പോഴും നമ്മളുടേതായിട്ടുള്ള ഒരു ഇന്നർ വേൾഡ് ഡെവലപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്താ അറിയോ, നമുക്ക് ബാഹ്യമായിട്ടുള്ള പ്രതിസന്ധികളാവരുതെങ്കിൽ, ഈവൻ ശരീരത്തിൻ്റെ ഒരു പ്രതിസന്ധി ആവരുതെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം, അല്ലേ? നമുക്ക് മറ്റ് പല പ്രതിസന്ധികൾ വന്നാലും, ഇപ്പോൾ ഫിനാൻഷ്യലി ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും അടുത്ത് കടം മേടിക്കാം, അല്ലെങ്കിൽ ലോണിന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പല വഴികളുണ്ടാകും. പക്ഷെ മാനസികമായിട്ടൊരു പ്രതിസന്ധി വന്നാൽ നമ്മൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു അസ്ട്രോളജറെയോ അല്ലെങ്കിൽ ഒരു ഹീലറെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹീലിംഗ് ഏരിയകളെ ആയിരിക്കും നമ്മൾ സമീപിക്കുന്നത്. പക്ഷേ അവർക്ക് വഴികൾ പറഞ്ഞു തരാനേ പറ്റൂ. കൂടുതലും അത് നമ്മുടെ ഇന്നർ വേൾഡിനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എക്യുപ്ഡ് ആയിരിക്കണം. അങ്ങനെ എക്യുപ്ഡ് ആവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ശാസ്ത്രമാണ് അസ്ട്രോളജി. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അസ്ട്രോളജി പറഞ്ഞു തരും. നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ 100% പഠിച്ച് ഇത് പ്രൊഫഷനാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. എന്തെന്നറിയില്ല, നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്സൈഡിൽ എന്ത് ചെയ്യുന്നതിനും, നമ്മൾ പല വിഷയങ്ങൾ പഠിക്കുന്നതിനും സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നതിനും ഒക്കെ വലിയ വാല്യൂ ആണ്. പക്ഷേ നമ്മുടെ ഇന്നർ വേൾഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് അൺഫോർച്ചുനേറ്റ്ലി അതിന് വലിയ വിലയൊന്നുമില്ല. പക്ഷേ നമുക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഈ ബാഹ്യമായുള്ളതൊന്നും നമ്മളെ സഹായിക്കില്ല. നമുക്ക് നമ്മളെ ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മളെ ഉണ്ടാവും ഒന്ന് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾ പോകണം. അസ്ട്രോളജി പോലുള്ള കാര്യങ്ങൾ പഠിക്കണം. അത്യാവശ്യം സൈക്കോളജി പഠിച്ചു വെക്കണം. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഇന്നർ വേൾഡിന് എന്തൊക്കെയാണോ സന്തോഷം നൽകുന്നത്, നിങ്ങളെ എക്യുപ്ഡ് ആക്കാൻ വേണ്ടി, നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം കുറച്ച് ടൈമെങ്കിലും, ദിവസവും കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം, പഠിക്കണം, ശ്രമിക്കണം. അത് ഉപകാരപ്പെടുകയേ ചെയ്യത്തുള്ളൂ. ഉറപ്പാണ്. അത് നിങ്ങളുടെ ക്യാരക്ടറിനെയും നിങ്ങളുടെ പ്രവൃത്തിയെയും എല്ലാം അത് സ്വാധീനിക്കുകയും മറ്റുള്ളവർ ഇടപെടുന്നതും ഒക്കെ മനസ്സിലാക്കാനും ഒരുപാട് നമ്മുടെ ഒരു മോശ സമയം വരുമ്പം എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനും നമുക്ക് ഉൾക്കൊള്ളാനും അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ജീവിക്കാനും ജീവിതത്തിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാനും ഒക്കെ ഈ അസ്ട്രോളജി പോലുള്ള ശാസ്ത്രം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് അതിനൊരു സൂപ്പർസ്റ്റിഷൻസ് എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ചങ്ങ് കളയുന്നതിന് പകരം കുറച്ചെങ്കിലും ഒന്ന് എടുത്ത് അതൊന്ന് ശ്രമിച്ചു നോക്കുക. എന്തെല്ലാം നമ്മൾ പഠിച്ചിട്ട് കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒന്നും നമുക്ക് എപ്പോഴൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വരെ എത്താൻ വേണ്ടി അത് ഉപയോഗിച്ചു എന്നുള്ളതല്ല, നമുക്കത് റിയൽ ലൈഫിൽ അതൊന്നും അല്ല നമ്മളെ സഹായിച്ചത്. നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ ജനിച്ച സാഹചര്യങ്ങൾ പലതുമാണ് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിച്ചത്, നമ്മൾ പല കാര്യങ്ങളെ. അപ്പം നമ്മളെ മഹർഷിമാർ നമുക്ക് തന്നിട്ടുള്ള ഈ വലിയ ശാസ്ത്രം എന്തെങ്കിലും ഒരു കാര്യമില്ല അവർ തരില്ലല്ലോ. അപ്പം ഒരു പ്രതിസന്ധി വരുമ്പോൾ അസ്ട്രോളജർ എടുത്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ എടുത്തിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും, എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവരും കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കണം. മനസ്സിലാക്കി വെച്ചുകൊണ്ട് അതിലേക്ക് പോയാൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കുകയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അടുത്തേക്കാണ് നോക്കാൻ വരുന്നതെന്നിരിക്കട്ടെ,
അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ കൺവിൻസ്ഡ് ആയില്ലെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ഒപ്പീനിയനും കൊടുക്കാം. അപ്പോൾ അവിടെയും അവർ പറയുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായാൽ എത്ര നല്ലതാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാനും ഒരു അവയർനെസ് ഇതിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 200-ന് പുറത്ത് വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഈ ഗോചരഫലത്തെക്കുറിച്ചും ഒക്കെ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും, ഏതൊക്കെയാണ് ഗുണമെന്നും ദോഷമെന്നും ഓരോ ഭാവത്തിൻ്റെ ഫലങ്ങളും ഒക്കെ ഞാൻ ഓരോ ഗ്രഹങ്ങളുടെ ഒക്കെ ഫലങ്ങൾ വളരെ വിശദമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ചെയ്യാവുന്ന അതൊക്കെ ലിമിറ്റഡ് ആണ്, ഒരുപാട് ചെയ്യും. എന്നാൽ പോലും ഒരു ബേസിക് ആയിട്ടുള്ള നോളജിന് അത് ഉപകാരമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പഠിക്കണം. പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷവും ആവും. അപ്പം എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് ഉപകാരമാവട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വ്യാഴം ദോഷമായിട്ടുള്ളവരെല്ലാം വിഷ്ണു ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ഗുരുസേവ നടത്തുകയും ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഗുരുവായൂരപ്പൻ എന്തായാലും ഈ വർഷം ഒരു പ്രാവശ്യമെങ്കിലും പോയി കണ്ടിരിക്കണം. അപ്പം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.